എറണാകുളത്തെ കിൻഫ്രയ്ക്കകത്തുള്ള ഒരു പ്ലെയിൻ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ ഒരു 50-60 അടി പൊക്കത്തിലുള്ള ഒരു പൈപ്പ്, ആ പൈപ്പിൽ പല സ്ഥലവും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ആണ് അവിടെ വരേണ്ടത്. ഈ ബിൽഡിംഗ് ആണ് തകർക്കപ്പെടേണ്ടത്. അപ്പൊ ഇത് മാർക്ക് ചെയ്തിട്ട് പ്ലെയിൻ ആയിട്ട് ഷൂട്ട് ചെയ്യുക. ബാക്കി എല്ലാ സീക്വൻസുകളും അവിടെ ഷൂട്ട് ചെയ്തിട്ട് അടുത്ത 1 വർഷത്തോളം എടുത്തു ഇതിന്റെ ഗ്രാഫിക്സ് ചെയ്ത് വരാൻ. പലരും പറഞ്ഞു എന്താണ് അവസാനം സിനിമ വന്നപ്പോ എല്ലാവരും പറഞ്ഞു എന്തോന്ന് ഇത് ലോകത്താരും വിശ്വസിക്കുമോ ഇത് ഇങ്ങനെ ഇടിച്ചുകളെ. ഇത് കഴിഞ്ഞ് ഈ സിനിമ റിലീസ് ചെയ്ത് ഒരു 6 വർഷം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ രാവിലെ വീട്ടിൽ എനിക്കിങ്ങനെ ഫോൺ കോൾ, ഇങ്ങനെ മൊബൈൽ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോ എല്ലാ പ്രധാന ചാനലുകളിൽ നിന്നാണ്, ഏഷ്യാനെറ്റിൽ നിന്ന് വരുന്നു, അവിടുന്ന് പല ചാനലുകളിൽ നിന്ന് ഇങ്ങനെ ഫോൺ വരുന്നു. ഞാൻ എന്താണെന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്താൽ പറഞ്ഞു, സാർ TV കണ്ടില്ല? ഞാൻ കണ്ടില്ല. TV എന്ന് വെച്ചേ നോക്കുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്, കൊച്ചിയില് 2 ഫ്ലാറ്റ് ഈയിടയ്ക്ക് ഇടിച്ചു കളഞ്ഞു മരടില്. അതിന്റെ വിഷ്വലാണ് വരുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ ഒരു കൺട്രോൾ ഡിമോൾഷൻ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ഞങ്ങളന്ന് അത് ചെയ്തത് അതെല്ലാം മനസ്സിലാക്കി ഫോറിൻ കൺട്രീസിലുള്ള അതെല്ലാം കണ്ടിട്ട് അതനുസരിച്ചാണ് ആ സിനിമ ചെയ്തത്. അന്ന് പറഞ്ഞു ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു. അപ്പം എല്ലാ ചാനലുകളും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ ഈ ഒറിജിനൽ ഫ്ലാറ്റ് പൊളിഞ്ഞു വീഴുന്നു, ഇപ്പുറത്ത് എന്റെ സിനിമയുടെ രംഗം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടോടി മന്നനിലെ ക്ലൈമാക്സിലെ രംഗം ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്ന കാണിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്തെ പകുതിയിൽ ഒറിജിനൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എന്റെ അഭിപ്രായമാണ്. ഞാൻ ഇത് തന്നെ പറഞ്ഞു കാണണം. അത് മാത്രമല്ല രസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഞങ്ങൾ അന്ന് കൊടുത്ത ഡ്രസ് പാറ്റേണിന്റെ വളരെ സാമ്യമുള്ള ഒരു ഡ്രസ്സാണ് ഈ റിയൽ ആയിട്ടുള്ള ആൾക്കാർ ഇട്ടിരിക്കുന്നത്.